സാധാരണകാലം 10 ആഴ്ച ചൊവ്വ. വിശുദ്ധ എഫ്രേം, ഡീക്കനും സഭാപണ്ഡിതനും. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, 1986 ജനുവരി 28 ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ചലഞ്ചർ എന്ന സ്പേസ് ഷട്ടിലിന്റെ വിക്ഷേപണം കണ്ടു. വിക്ഷേപണത്തിന് വെറും 73 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് പൊട്ടിത്തെറിച്ചു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഒരു ചെറിയ റബ്ബർ വളയം അപകടത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണെന്ന് കണ്ടെത്തി. ആ ചെറിയ ഭാഗത്തെക്കുറിച്ച് എഞ്ചിനീയർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല. അതിന്റെ ഫലം ഭീകരമായിരുന്നു. ഈ സംഭവം നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. കണ്ണിൽപ്പെടാത്ത കാര്യങ്ങൾ പലപ്പോഴും കണ്ണിൽപ്പെടുന്ന കാര്യങ്ങളെക്കാൾ പ്രധാനപ്പെട്ടവയാണ്. ഇന്നത്തെ വചനങ്ങൾ നമ്മെ അതേ സത്യത്തിലേക്കാണ് നയിക്കുന്നത്. ലോകം വലിയവരെയും ശക്തരെയും പ്രശസ്തരെയും ആഘോഷിക്കുന്നു. എന്നാൽ ദൈവം പലപ്പോഴും ചെറിയവരിലൂടെയും സാധാരണക്കാരിലൂടെയും മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നു. ആദ്യ വായനയിൽ നാം ഒരു വലിയ വരൾച്ച കാണുന്നു. എല്ലാവർക്കും ക്ഷാമം കാണാം. എല്ലാവർക്കും കഷ്ടപ്പാട് കാണാം. പക്ഷേ ദൈവം തന്റെ പദ്ധതി നടപ്പാക്കുന്നത് ഒരു പാവപ്പെട്ട വിധവയിലൂടെയാണ്. അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു പിടി മാവും കുറച്ച് എണ്ണയും മാത്രം. മനുഷ്യരുടെ കണ്ണിൽ അവൾ ആരുമല്ല. പക്ഷേ അവളുടെ വിശ്വാസം ദൈവത്തിന്റെ അത്ഭുതത്തിന് വഴിയൊരുക്കി. മാവിന്റെ കലവും കാലിയായില്ല. എണ്ണയുടെ കുഴലും വറ്റിയില്ല. ഒരു പാവപ്പെട്ട വിധവയുടെ വിശ്വാസത്തിലൂടെ ദൈവം തന്റെ പ്രവാചകനായ ഏലിയാവിനെ സംരക്ഷിച്ചു. ഇതാണ് കാർമലൈറ്റ് ആത്മീയതയുടെ മനോഹരമായ പാഠം. കാർമൽ പാരമ്പര്യം പ്രവാചകനായ ഏലിയാവുമായി ബന്ധപ്പെട്ടതാണ്. കാർമൽ വിശുദ്ധർ നമ്മെ പഠിപ്പിച്ചത് ഒരു വലിയ സത്യമാണ്. ദൈവം ചരിത്രം മാറ്റുന്നത് പലപ്പോഴും മറഞ്ഞിരിക്കുന്ന ആത്മാക്കളിലൂടെയാണ്. ശബ്ദത്തിലൂടെയല്ല, പ്രകടനങ്ങളിലൂടെയല്ല, പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും വിശ്വസ്തതയിലൂടെയും ആണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഓർക്കൂ. അവൾ ഒരിക്കലും തന്റെ മഠത്തിന്റെ ചുമരുകൾക്കപ്പുറം പോയിട്ടില്ല. വലിയ ജനക്കൂട്ടങ്ങളോട് പ്രസംഗിച്ചിട്ടില്ല. രാജ്യങ്ങളെയോ സൈന്യങ്ങളെയോ നയിച്ചിട്ടില്ല. എങ്കിലും ഇന്ന് അവൾ മിഷനുകളുടെ മധ്യസ്ഥയായി അറിയപ്പെടുന്നു. എന്തുകൊണ്ട്? കാരണം ദൈവത്തിനുവേണ്ടി ചെയ്ത സ്നേഹം ഒരിക്കലും വെറുതെയാകുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിലും യേശു ഇതേ കാര്യം പറയുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. യേശുവിന്റെ ഉപ്പാകാൻ ശ്രമിക്കൂ എന്ന് പറയുന്നില്ല. പ്രകാശമാകാൻ ശ്രമിക്കൂ എന്നും പറയുന്നില്ല. അവിടുന്ന് പറയുന്നു, നിങ്ങൾ ഉപ്പാണ്. നിങ്ങൾ പ്രകാശമാണ്. മാമോദീസയിലൂടെ നമുക്കെല്ലാവർക്കും ഈ ദൗത്യം ലഭിച്ചിട്ടുണ്ട്. അമ്മമാർ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ അവർ ഉപ്പും പ്രകാശവുമാണ്. സത്യസന്ധമായി ജോലി ചെയ്യുന്ന അപ്പന്മാർ ഉപ്പും പ്രകാശവുമാണ്. രോഗങ്ങൾ സഹിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നു നിൽക്കുന്നവർ ഉപ്പും പ്രകാശവുമാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന യുവജനങ്ങൾ ഉപ്പും പ്രകാശവുമാണ്. ഉപ്പ് സ്വയം ശ്രദ്ധ പിടിച്ചുപറ്റുന്നില്ല. പക്ഷേ അത് ഇല്ലെങ്കിൽ ഭക്ഷണത്തിന് രുചിയില്ല. പ്രകാശം തന്നെക്കുറിച്ച് പറയില്ല. പക്ഷേ അത് മറ്റുള്ളവർക്ക് വഴി കാണിക്കും. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയും അങ്ങനെ തന്നെയാണ്. അവൻ തന്നെക്കുറിച്ച് അല്ല, യേശുവിനെക്കുറിച്ചാണ് ആളുകളെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് നാം വിശുദ്ധ എഫ്രേമിനെ അനുസ്മരിക്കുന്നു. അദ്ദേഹം 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വ്യക്തിയാണ്. രാഷ്ട്രീയ അധികാരമോ സൈനിക ശക്തിയോ അദ്ദേഹത്തിനില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം ആയിരക്കണക്കിന് ഗാനങ്ങളും കവിതകളും രചിച്ചു. ദൈവശാസ്ത്രത്തെ ഗാനമാക്കി മാറ്റി. അതിനാലാണ് സഭ അദ്ദേഹത്തെ പരിശുദ്ധാത്മാവിന്റെ വീണയെ എന്ന് വിളിച്ചത്. എത്ര മനോഹരമായ പേര്! ഒരു വീണയ്ക്ക് സ്വന്തമായി സംഗീതം ഉണ്ടാക്കാൻ കഴിയില്ല. ആരെങ്കിലും വായിക്കുമ്പോഴാണ് സംഗീതം ഉണ്ടാകുന്നത്. വിശുദ്ധ എഫ്രേം തന്റെ ജീവിതം ദൈവത്തിന്റെ കൈകളിൽ സമർപ്പിച്ചു. ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ മനോഹരമായ സംഗീതം പാടിച്ചു. യൂഖാരിസ്റ്റിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു മനോഹര വാക്യമുണ്ട്. ഈ അപ്പത്തിൽ അണയാത്ത ആത്മാവുണ്ട്. ഈ വീഞ്ഞിൽ കെടുത്താനാകാത്ത അഗ്നിയുണ്ട്. ലോകം അപ്പം കാണുന്നു. വിശ്വാസം അഗ്നി കാണുന്നു. ലോകം വീഞ്ഞ് കാണുന്നു. വിശ്വാസം ദൈവിക ജീവൻ കാണുന്നു. ലോകം സാധാരണ കാര്യങ്ങൾ കാണുന്നു. വിശ്വാസം ദൈവത്തിന്റെ മഹത്വം കാണുന്നു. ഇന്നത്തെ സുവിശേഷം ഒരു മുന്നറിയിപ്പും നൽകുന്നു. ഉപ്പ് പാത്രത്തിൽ തന്നെ കിടന്നാൽ അതിന് പ്രയോജനമില്ല. വിളക്ക് മൂടിവെച്ചാൽ ആരെയും പ്രകാശിപ്പിക്കില്ല. അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതവും പതുക്കെ ദുർബലമാകാം. വലിയ പാപങ്ങളിലൂടെയല്ല അത് തുടങ്ങുന്നത്. ചെറിയ കാര്യങ്ങളിലൂടെയാണ്. പ്രാർത്ഥന ഒഴിവാക്കുക. ദൈവത്തിന്റെ സ്വരം കേൾക്കാതിരിക്കുക. ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുക. കാർമൽ വിശുദ്ധർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. ഏറ്റവും വലിയ പോരാട്ടം പുറത്തല്ല,
അത് നമ്മുടെ ഹൃദയത്തിനുള്ളിലാണ്. പ്രാർത്ഥനയാണ് നമ്മുടെ ഉപ്പിന് രുചി നിലനിർത്തുന്നത്. പ്രാർത്ഥനയാണ് നമ്മുടെ വിളക്ക് കത്തിച്ചു നിർത്തുന്നത്. പ്രാർത്ഥന ഇല്ലെങ്കിൽ സേവനം വെറും തിരക്കായി മാറും. പ്രാർത്ഥന ഇല്ലെങ്കിൽ നാം വേഗം ക്ഷീണിച്ചു പോകും. ഇന്നത്തെ ലോകത്തിൽ ആളുകൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. പക്ഷേ ഹൃദയത്തിൽ വലിയ ഏകാന്തതയുണ്ട്. ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നവർക്കു പോലും പലപ്പോഴും സംസാരിക്കാൻ സമയം ഇല്ല. നൂറുകണക്കിന് ഓൺലൈൻ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും യഥാർത്ഥ സുഹൃത്തുക്കൾ കുറവാണ്. അത്തരം ലോകത്തിലേക്കാണ് യേശു നമ്മെ അയക്കുന്നത്. വാദിക്കാൻ അല്ല, പ്രശസ്തരാകാൻ അല്ല, ഉപ്പും പ്രകാശവുമായി ജീവിക്കാൻ. ആദ്യകാല ക്രിസ്ത്യാനികൾ റോമാ സാമ്രാജ്യത്തെ അധികാരം കൊണ്ടല്ല മാറ്റിയത്, സ്നേഹം കൊണ്ടാണ്. അവർ ദരിദ്രരെ സഹായിച്ചു, വിധവമാരെ സംരക്ഷിച്ചു, ശത്രുക്കളെ ക്ഷമിച്ചു. മറ്റുള്ളവർ ഓടിപ്പോയപ്പോഴും അവർ ജനങ്ങളോടൊപ്പം നിന്നു. അവരുടെ ജീവിതം തന്നെ സുവിശേഷമായി മാറി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ലെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. നമ്മുടെ ത്യാഗങ്ങൾ ആരും കാണുന്നില്ലെന്ന് തോന്നാം. നമ്മുടെ വിശ്വസ്തതയ്ക്ക് വിലയില്ലെന്ന് തോന്നാം. പക്ഷേ ആ വിധവയെ ഓർക്കൂ, കൊച്ചുത്രേസ്യയെ ഓർക്കൂ, വിശുദ്ധ എഫ്രേമിനെ ഓർക്കൂ, ആ ചെറിയ തേറ്റനെയും ഓർക്കൂ. ദൈവരാജ്യത്തിൽ ലോകത്തെ താങ്ങി നിർത്തുന്നത് പലപ്പോഴും മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നാം വിശുദ്ധ കുർബാനയിലേക്ക് വരുന്നു, ഒരിക്കലും അണയാത്ത പ്രകാശത്തിന്റെ ഉറവിടത്തിലേക്ക്. യേശു പറഞ്ഞു, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം. നമ്മുടെ പ്രകാശം നമ്മുടേതല്ല, അത് ക്രിസ്തുവിന്റെ പ്രകാശമാണ്. നമ്മുടെ സ്നേഹം നമ്മുടേതല്ല, അത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും ലളിതമായ രൂപത്തിൽ കർത്താവ് തന്റെ ജീവിതം നമുക്ക് നൽകുന്നു. ലോകം അപ്പം കാണുന്നു, വിശ്വാസം മഹത്വം കാണുന്നു. ലോകം ബലഹീനത കാണുന്നു, വിശ്വാസം ശക്തി കാണുന്നു. ലോകം ചെറിയ കാര്യം കാണുന്നു, വിശ്വാസം എല്ലാം താങ്ങി നിർത്തുന്ന കർത്താവിനെ കാണുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറുതാണെന്ന് കരുതി ഭയപ്പെടരുത്, മറഞ്ഞിരിക്കുകയാണെന്ന് കരുതി നിരാശരാകരുത്. വിജയവും പ്രശസ്തിയും കൊണ്ടല്ല ജീവിതത്തെ അളക്കേണ്ടത്. വിശ്വസ്തരായിരിക്കുക, ഉപ്പായിരിക്കുക, പ്രകാശമായിരിക്കുക. വിശുദ്ധ എഫ്രേമിനെ പോലെ നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ കൈകളിൽ സമർപ്പിക്കുക. അപ്പോൾ നിങ്ങളെ കാണുന്നവർ നിങ്ങളെയല്ല, ക്രിസ്തുവിനെയാണ് കാണുക. അവരുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ആമേൻ.